Hi friends, welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ തെങ്ങിൻ്റെ പൂക്കുലയുമുള്ള പൂവില്ലേ, ചെറിയ ചെറിയ പൂക്കൾ, അതാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ അധികം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം നമ്മുടെ ബോട്ടിൽ ആർട്ട് തന്നെ ആയാലും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ക്രിയേറ്റീവ് എല്ലാം ചാനൽ ആര് കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് നോട്ടിഫൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കണം. സോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ബേസ് കോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് കാണിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ വൈറ്റ് കളറാണ് കൂടുതലും ബേസ് കോട്ട് കൊടുക്കുക. അപ്പോൾ കുറേ അധികം വൈറ്റ് കളർ നമുക്ക് ചിലവാവാറുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കുറച്ച് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബേസ് കോട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേബി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേബി പൗഡർ അല്ലെങ്കിൽ നോർമൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും കൂടി ബെറ്റർ ബേബി പൗഡർ ആയിരിക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ കറക്റ്റ് അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും വൈറ്റ് ഗ്ലൂ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഫെവിക്കോൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്താ പറയുക, തരിതരികൾ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്യുമ്പോൾ ആ പൗഡർ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തിരിക്കുമ്പോൾ ആ തരിതരികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ പൗഡർ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ട് ചെറിയ ചെറിയ തരികളായിട്ട് വരും. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ ആദ്യം ഫെവിക്കോൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത സമയത്ത് കട്ടകൾ വരികയാണെങ്കിൽ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്തൊന്ന് കറക്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതേ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ അക്രിലിക് കളർ വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കറക്റ്റ് അളവിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആകെ 1 ടേബിൾ സ്പൂൺ അളവിൽ വൈറ്റ് അക്രിലിക് കളർ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇനിയും കൂടിയും കുറച്ചും കൂടി ലിക്വിഡായിട്ട് വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബോട്ടിലേക്ക് സാധാരണ പെയിൻ്റ് അടിക്കുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഒരൊറ്റ ഡയറക്ഷനിൽ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. വളരെ തിന്നായിരിക്കും ഈ കോട്ടിങ്. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് കളറല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് കളറായിരിക്കും. നമുക്കപ്പോൾ വൈറ്റ് തന്നെ ആയിരിക്കും കളറ്. അപ്പോൾ പക്ഷെ അത്രയ്ക്ക് അങ്ങനെ എടുത്ത് കാണിക്കില്ല. നമുക്ക് ബേസ് കോട്ട് അപ്പോൾ അത്രയ്ക്ക് ഡാർക്ക് തന്നെ ആവണമെന്നൊന്നുമില്ല, ലൈറ്റായിട്ട് കിട്ടിയാലും മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ബോട്ടിലിപ്പോൾ കംപ്ലീറ്റ്ലി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കളറ് ബാക്കിയുണ്ട്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാത്രത്തിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ എപ്പോഴെങ്കിലും ബോട്ടിൽ ആഡ് ചെയ്യുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഡ്രൈ ആക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ഈ ഫ്ലവറിന് കളർ കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ആകെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രയ്ക്ക് എടുത്ത് കാണിച്ചാൽ അത്രയ്ക്കൊന്നും വേണ്ട. ആകെ ഒരു തരി ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കളർ ചെയ്യാൻ 2 മെത്തേഡ്. ഒന്നാമത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഓരോന്നെടുത്ത് കളർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കളർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നമ്മളെ ആ കളറൊക്കെ മാറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഞാനിപ്പോൾ ഇതിൽ ഒരു റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയ്ക്കാണ് ആവശ്യം അത്രയ്ക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കളർ നന്നായിട്ട് എല്ലാത്തിലും സ്റ്റിക്ക് ചെയ്തിരിക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓരോന്നിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളിലേക്ക് അധികം കളർ വരാനായിട്ട് ചാൻസ് കുറവാണ്. പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല, അതങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പ്ലാസ്റ്റിക് കവറിൽ അങ്ങനെ ഇട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ബേസ് കോട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അധികം ലൈറ്റ് കളറാണ് കിട്ടുള്ളൂ, ഡാർക്ക് കളർ കിട്ടില്ല. പിന്നെ നമ്മൾക്ക് ഡാർക്ക് കളർ വേണമെന്ന് വെച്ചാൽ വൈറ്റ് ഇത്രയും കൂടി കൂട്ടിയാൽ മതി കേട്ടോ. പക്ഷേ ബേസ് കോട്ടിന് അത്രയ്ക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന് എന്താ പറയുക,
അടുത്ത നെക്സ്റ്റ് കോട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 കളർ എടുത്തിട്ടുണ്ട്, യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും. ലൈറ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്പോഞ്ച് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഷെയ്ഡ് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്ന രീതിയിൽ ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൽ അടിപൊളിയായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷെയ്ഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും കളേഴ്സൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിന് ഇതിലേക്ക് ഒടിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്ലവർ നന്നായിട്ട് തന്നെ ഉണക്കി പ്ലാസ്റ്റിക് കവറിൽ ഉണക്കി എടുക്കാം കേട്ടോ. അല്ല പേപ്പറിലൊക്കെയാണ് നമ്മൾ വെച്ച് ഉണക്കിയിടുന്ന വെച്ചാൽ ചിലപ്പോൾ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ചത് സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഡിസൈനിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഓരോന്നും ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആവശ്യം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒന്നും തോന്നുന്നുണ്ടായിരിക്കും ഇത് ഫ്ലവേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ലീവ്സും സ്റ്റെമ്മൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്കിനി സ്റ്റെമ്മ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റെമ്മ് വരച്ച് കൊടുക്കുകയാണ്. ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ സ്റ്റെമ്മൊക്കെ വരയ്ക്കുന്ന രീതിയിൽ ഒന്ന് ലൈൻ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിനും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റെമ്മ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ലീവ്സ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലീവ്സ് ആഡ് ചെയ്യുമ്പോൾ വരയ്ക്കണം തന്നെ ഇല്ല. നമ്മുടെ ഫിംഗർ ടിപ്പ് മെത്തേഡ് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് ആ മെത്തേഡ് എടുക്കുക. അപ്പോൾ ലീവ്സും സ്റ്റെംസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർഫ്ലൈസിന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ.
ബട്ടർഫ്ലൈസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ബോട്ടിലിനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ബട്ടർഫ്ലൈസിനെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് ഈ ഫ്ലവേഴ്സ് ഇതുപോലെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഇതിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല റിയാലിറ്റി ഒക്കെ തോന്നിക്കുന്നുണ്ട് കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ഇനി വരികയും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെറിയ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.